ഇന്ന് ഉത്രാടമായിട്ടെ ഞാൻ കട തുറന്നില്ല കേട്ടോ. ഇന്ന് മാത്രമല്ല കേട്ടോ, 3-4 ദിവസത്തേക്ക് കടയില്ല. ഇനി തിങ്കളാഴ്ച മുതലേ തുടക്കമുള്ളൂ. കാരണം എല്ലാവരും പറഞ്ഞിട്ടാ പോയത്, ചേച്ചി ഞങ്ങൾ ഉണ്ടാവില്ല, തിങ്കളാഴ്ച മുതലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഓർത്തെ ആൾക്കാരും കുറവായിരിക്കും, പിന്നെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വേസ്റ്റ് ആക്കണമെന്നല്ല കട തുറക്കാണ്ടിരിക്കണമല്ല, നമുക്ക് മുതലാകുകയല്ലേ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തിങ്കളാഴ്ച തുറക്കുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അതിന് ശേഷം എണീറ്റ പാടെ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഉമ്മാനെ കാണാൻ പോയി. നമുക്ക് ഈ പ്രാവശ്യം ഓണിലല്ല, എൻ്റെ വാപ്പച്ചി മരിച്ചിട്ട് ഇന്നത്തേക്ക് 14 ദിവസമായിട്ടുള്ളൂ. രാവിലത്തേക്ക് ഞാൻ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഉച്ചയ്ക്ക് വന്നത് ചോറുണ്ടാക്കണേണ്. കടയിൽ നിന്ന് കുറച്ച് അവിയലിൻ്റെ കഷ്ണങ്ങൾ ഇന്നലെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ അവിടെ കിടന്ന് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ടാണ്. അവിയലുണ്ടാക്കാൻ ജീരകം നോക്കിയപ്പോഴേ ജീരകത്തിൻ്റെ ഉള്ളിൽ കൊണ്ട് ഉലുവ അഴിച്ചിട്ടേക്കണം. ഞാൻ അറിയാതെ ചെയ്ത് പോയതാണ്. പിന്നെ ഇന്ന് കുറച്ച് തിരഞ്ഞൊക്കെ എടുത്ത് അവിയലിൽ എന്തായാലും കുറച്ച് നല്ല ജീരകം ചതച്ചിടണമല്ലോ. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ തേങ്ങയിലേക്ക് പച്ചമുളകും ചെറിയ ജീരകവും ഉള്ളിയും ഒക്കെ കൂടി ഇട്ടിട്ട് ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് കട്ട തൈരാണ് ഇട്ട് കൊടുത്തിട്ടാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവിയലുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്നറിയാം. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണ എന്താണെന്ന് അറിയാമോ? ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പൊതിച്ചോറാണേ. ഈ പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന ആഗ്രഹം കുറേ നാളായിട്ട് എല്ലാവരും യൂട്യൂബിൽ കിടന്ന് കാണിക്കണതാണ്. പൊതിച്ചോറ് നല്ല രസമാണ്, നല്ല ടേസ്റ്റാണെന്നൊക്കെ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കോട്ട് ഉണ്ടാക്കണമെന്ന്. ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കഴുകിക്കളയണമെന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള പൊതിച്ചോറ് ഉണ്ടാക്കിക്കണത്. ഇപ്പം എല്ലാവരും വിചാരിക്കും ഇവളെന്താണ് ഈ എല്ലാവരും കഴുകിക്കളയുന്ന എന്ത് സാധനം ഉപയോഗിച്ചിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകണമെന്നല്ലേ. പുറകെ വരട്ടെ അതിൻ്റെ കഥ. അപ്പം ഇന്ന് നമ്മളെ ആദ്യം തന്നെ ഞാൻ പോയിട്ട് ഒരു ഇല വെട്ടാൻ പോയതാണ്. നോക്കുമ്പോഴേ കാറ്റത്തും മഴയത്തും പെട്ട എല്ലാ ഇലയും കുത്തിപ്പറിഞ്ഞൊക്കെ ഇരിക്കണം. പിന്നെ അടിയിൽ നിന്ന് ഒരു ചെറുതിനെ അങ്ങാട് കണ്ടിച്ചെടുത്തങ്ങാട്. അല്ലാതെ എന്ത് ചെയ്യാനായിട്ട്, എന്തായാലും പൊതിച്ചോറ് തിന്നണ ആഗ്രഹം മൂത്ത് നടന്നതല്ലേ. അങ്ങനെ പിന്നെ ഇലയൊക്കെ കഴുകിയിട്ട് ഇതേ കൊണ്ടുവന്നിട്ട് ഞാനിതൊന്ന് വാട്ടി എടുക്കേണ്ട കേട്ടോ. കടയിൽ നിന്ന് ഇന്നലെ പോന്നപ്പോഴേ 4 മുട്ട എടുത്തിട്ടുണ്ടെന്ന്. ഇപ്പം നിങ്ങൾ വിചാരിക്കുമേ ഇവളെന്തിനാണ് എല്ലാം കടയിൽ നിന്ന് അടിച്ചു മാറ്റിയാനുള്ള പന്നെന്ന്. വേറെ ഒന്നുമല്ല, 4 മുട്ട പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. മുട്ടക്കാരൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, പൊട്ടിയ മുട്ട ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് അയാൾ അപ്പം തന്നെ വേറെ ഫ്രഷ് മുട്ട തരും കേട്ടോ. പക്ഷേ ഇനി അയാൾ തിങ്കളാഴ്ച വരുള്ളൂ. അതുവരെ അവിടെ നിന്ന് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് അതെടുത്തിട്ടുണ്ടെന്നത് മുട്ട പൊരിച്ചതാക്കിയിടുന്നുണ്ട്. എന്തായാലും പൊതിച്ചോലെ മുട്ട പൊരിച്ചത് വേണമല്ലോ. ഇപ്പോൾ പറഞ്ഞും പിടിച്ചും വന്നപ്പോൾ വേറെ നല്ല കഴിക്കളണ സാധനം എന്ന് പറഞ്ഞാൽ ഇന്നലെ കടയിൽ മീൻ വറുക്കാൻ മേടിച്ചിട്ടേ കുറച്ച് മസാല പറ്റിയത് ബാക്കി വന്നു. കുഞ്ഞു കൊഴുവേട്ട, വേറെ വലിയ മീനൊന്നും ബാക്കിയൊന്നുമില്ല. അത് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയൂണിന് ഞാൻ ആ കൊഴുവയും കൊഴുവ് വറുത്തെടുത്തപ്പോഴേ ആ ചട്ടി കണ്ടപ്പോഴേ എനിക്ക് കളയാൻ തോന്നിയില്ല. വേറെ ഒന്നുമല്ല, നല്ല മസാലയൊക്കെ പെരണ്ട് എണ്ണയൊക്കെ ഉള്ളൊരു ചട്ടിയായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അതിലേക്ക് കുറച്ച് ചൂട് ചോറിട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന് ഞാനും വിചാരിച്ചു. ആ ചൂട് ചോറ് ചട്ടിലിട്ട് കുഴച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി ഒന്ന് കഴിക്കണമെന്ന്. പക്ഷേ എൻ്റെ മനസ്സാക്ഷി എന്നോട് തന്നെ പറഞ്ഞു, കുറച്ചിരുന്ന് ക്ഷമിച്ച് കഴിയുമ്പോൾ ഇതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റിന് കഴിക്കാമല്ലോ എന്ന്. ഞാൻ എൻ്റെ മുകളിലേക്ക് അവിയൽ ഉണ്ടാക്കിയത് വെച്ച് കൊടുത്ത്, അതേപോലെ തന്നെ നമ്മുടെ മുട്ട പൊരിച്ചതും വെച്ച് കൊടുത്തിട്ട്, പിന്നെ നമ്മുടെ താരം മഞ്ഞി പൊടി കൊഴുവ വറുത്തത് കേട്ടാ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടാ. ഞാൻ വെറുതെ വാരത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ച് കൊടുത്ത്. അവിയലിന് തേങ്ങ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി തേങ്ങ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണ്ട. എന്തായാലും ഫ്രിഡ്ജിൽ ഒരു ചെറിയ കഷ്ണം മാങ്ങ ഇരിപ്പുണ്ട്. അതും കൂട്ടി ചമ്മന്തി അങ്ങോട്ട് ചുരുളയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്താൽ അതുമല്ല. പിന്നെ എല്ലാവരും ചെയ്യണമല്ലോ, കുറേ കറികളൊന്നും എൻ്റെ അടുത്തില്ല കേട്ടോ. ഉള്ള കറി കൊണ്ടിട്ട് വെറൈറ്റി ആയിട്ടുള്ള പൊതിച്ചോറ് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സാക്ഷി എന്നോട് തന്നെ പറയാം, നീ ഇപ്പം തന്നെ അത് കഴിക്കാൻ നോക്കണ്ട. അടുക്കളയിൽ പോയിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നിനക്ക് എന്തൊക്കെ പണിയുണ്ട് ആ പണിയൊക്കെ തീർത്തിട്ട് വന്ന് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ നീ ഇപ്പം തന്നെ അത് കഴിക്കാൻ നോക്കി അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ അതല്ല, അത് കഴിച്ച് കഴിഞ്ഞിട്ട് നീ പോയിട്ട് ഒന്നില്ലേ മാറിക്കിടന്നുറങ്ങും, അല്ലെങ്കിൽ മൊബൈലും കുത്തിയിരിക്കും. കാരണം എന്ന് വെച്ചാൽ തിന്ന് കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴിക്കണമെങ്കിലേ ഈ ടേസ്റ്റിനെക്കാട്ടെ അപാര ടേസ്റ്റായിരിക്കും അപ്പം കിട്ടണത്. യൂട്യൂബിലെല്ലാവരും പൊതിച്ചോറ് കെട്ടിക്കഴിഞ്ഞിട്ടേ തുറന്നു നോക്കിയിട്ട് നല്ല മണത്തൊക്കെ നല്ല മണം എന്നൊക്കെ കാണിക്കണതാണ്. അപ്പം ഞാൻ ഓർക്കും ഇതിന് ഇത്രപ്പുറത്ത് മണം ഉണ്ടാകുന്നു. പക്ഷേ എന്താ കാര്യം, ഇത് കഴിച്ചവർക്കും അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. ഈ വാഴ അങ്ങോട്ട് തുറന്നപ്പോഴേ പൊന്നു മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പ്രത്യേകിച്ച് ആ ചട്ടിലിട്ട് വരട്ടിയ ചോറും കൂടി ആയിട്ടുള്ള പൊതിച്ചോറായപ്പോഴേ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു പൊതിച്ചോറിന്. ഇനി മീൻ വറുത്ത ചട്ടി കഴിക്കളേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ചോറിട്ട് മയക്കിയിട്ട് പൊതിച്ചോറുണ്ടാക്കി കഴിക്കണ ഇടക്ക് എപ്പോഴും പ്ലേറ്റ് തിന്നണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടേന്ന്. കരിഞ്ഞു പോഞ്ഞ് മീൻ വറുത്തിട്ടേ അതിൽ കൊണ്ട് ചോറിട്ടിട്ട് ഇതേപോലെ പൊതിച്ചോറുണ്ടാക്കല്ലോ കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കണേ. കുറേ നേരമല്ലേ ചളചള പറയുന്നുണ്ട്. ഞാൻ ഒന്ന് ക്യാമറ ഓഫ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ടൊന്ന് കഴിക്കട്ടെ കേട്ടോ. വീഡിയോ ഇത്ര നേരം കണ്ടേന് താങ്ക് യു.